ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമുക്ക് രണ്ട് വർക്കാണ് കേട്ടോ ഉണ്ടായിരുന്നത്. ഒരു 1 kg വെയിറ്റ് വരുന്ന വൈറ്റ് ഫോറസ്റ്റ് കേക്കും പിന്നെ ഉണ്ടായിരുന്നത് ഒരു 1/2 kg ചോക്ലേറ്റ് കേക്കാണ് കേട്ടോ. രണ്ടും കസ്റ്റമൈസ്ഡ് ആയിരുന്നേ. അപ്പോൾ ആദ്യത്തെ കേക്ക് നമുക്കൊരു റെയിൻബോ തീമിലാണ് ചെയ്യാനുണ്ടായിരുന്നത്. ഇത് നമ്മൾ ടോൾ കേക്ക് ആയിട്ടാണ് അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ കേക്കിന് ഏകദേശം ഒരു 5 ലെയേഴ്സ് ഉണ്ടായിരുന്നു കേക്കിന്. എന്നിട്ട് നമ്മൾ കേക്ക് ഒന്ന് ക്രം കോട്ട് ചെയ്തൊക്കെ സെറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഫൈനൽ കോട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഇതുപോലെ കളേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ദെൻ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ കേക്കിൻ്റെ ടോപ്പിലായിട്ട് ഗനാഷ് ട്രിപ്പിംഗ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി നമ്മൾ ഈ കേക്ക് ചെയ്യുന്ന വീഡിയോ ഒക്കെ ഒത്തിരി എടുത്തിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ ഡെക്കറേഷനൊന്നും എടുക്കാത്തത്. ഫൈനൽ ഡെക്കറേഷൻ മാത്രം ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ ഗനാഷ് ഡ്രിപ്പിംഗ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഡ്രിപ്പിംഗ് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഗനാഷിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്കത് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് കേക്കിൻ്റെ ടോപ്പിൽ റൈറ്റിങ്സ് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഷുഗർ ബോൾസൊക്കെ കൂടെ ഇട്ടിട്ട് ഒന്നുകൂടെ നമ്മുടെ കേക്ക് ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതായിരുന്നു നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഉണ്ടായിരുന്നത്. അടുത്ത് നമുക്ക് ചെയ്യാനുണ്ടായിരുന്നത് 1/2 kg വെയിറ്റ് ചെയ്യുന്ന ചോക്ലേറ്റ് കേക്കാണ്. ഒരു വൈറ്റ് ആൻഡ് റെഡ് കോമ്പിനേഷനിലാണ് നമുക്ക് കേക്ക് ഫിനിഷ് ചെയ്യാനുണ്ടായിരുന്നത്. അവർ അയച്ചിട്ടുണ്ടായിരുന്ന ഡിസൈനിൽ നല്ല ഡാർക്ക് റെഡ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അത്രയും കളർ കൊടുക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. നമ്മൾ മാജിക് റെഡിൻ്റെ കളറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. എന്നിട്ട് ഞാൻ ചെയ്തിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗനാഷിൽ കുറച്ച് തിക്കാക്കി ഇട്ടിട്ടുള്ള ഗനാഷിനകത്തോട്ട് നമ്മൾ കുറച്ച് കളർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ക്രീമിൽ ആഡ് ചെയ്യുന്നതിനേക്കാളും എളുപ്പം കുറച്ചുകൂടെ ഒരു കളർ, ഒരു ഫിനിഷിങ് അല്ലെങ്കിൽ നല്ല ബ്രൈറ്റ് ലുക്കിനൊരു കളർ കിട്ടുന്നത് നമുക്ക് എപ്പോഴും ഗനാഷിലാണ്. എന്നിട്ട് അതിലോട്ട് നമ്മൾ കുറേശ്ശെ വിപ്പിംഗ് ക്രീം ഒന്ന് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടാണ് കേട്ടോ എനിക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിലും ഈ ഒരു കളറിൽ ഈ ക്രീം ഒന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് കേക്കിൻ്റെ ടോപ്പിലായിട്ട് കുറച്ച് ഡോട്ട്സ് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഇതുപോലെ പൈപ്പിംഗ് ബാഗിൽ കുറച്ച് വിപ്പിംഗ് ക്രീം ആക്കിയിട്ട് നമുക്കിതുപോലെ ജസ്റ്റ് ഒരു പാറ്റേൺ വെറുതെ എന്തെങ്കിലും സിക്സാഗ് വെറുതെ ഇങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുക്കുന്ന സമയത്ത് നമുക്കിതുപോലെ ഒരു പാറ്റേൺ കിട്ടും കേട്ടോ. സിമ്പിളാണ് ചെയ്തെടുക്കാനായിട്ട്, പക്ഷേ അതിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് അടിപൊളിയാണ് കാണാനായിട്ട്. അപ്പോൾ കേക്കിൻ്റെ ടോപ്പിൽ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് സൈഡ്സിൽ ടോപ്പിൽ ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണ്, എങ്കിലും കുഴപ്പമില്ല. നല്ല ഫിനിഷിങ്ങിൽ തന്നെ നമുക്കത് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സൈഡ്സ് ഫുള്ള് നമ്മൾ ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവർ അയച്ചിട്ടുണ്ടായിരുന്ന ഡിസൈനിൽ കുറച്ച് ബോർഡറിൽ ഇതുപോലെ കുറച്ച് ഡോട്ട്സ് കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതുകൂടെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് വെറുതെ പൈപ്പിംഗ് ബാഗിൻ്റെ ഹോൾ കുറച്ചുകൂടെ ഒന്ന് വലുതാക്കി വെച്ച് ഇതുപോലെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഇതുപോലെ അങ്ങ് കിട്ടും. അപ്പോൾ നമുക്ക് ആ ഒരു ബോർഡറും കൂടെ ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കാവേ. അത് കഴിഞ്ഞിട്ട് നമുക്ക് കേക്കിൻ്റെ ടോപ്പിലായിട്ട് ഒരു ഫ്ലവർ ആണ് കേട്ടോ സെറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ ഞാനിവിടെ ആർട്ടിഫിഷ്യൽ ഫ്ലവറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അവർ അയച്ചിട്ടുണ്ടായിരുന്ന ഡിസൈനിലും ആ സെയിം ഒരു ആർട്ടിഫിഷ്യൽ ഫ്ലവർ തന്നെയാണ്. എക്സാക്റ്റ് ഇതല്ല, ചെറിയ വ്യത്യാസം ഉണ്ടായിരുന്നെങ്കിലും കുഴപ്പമില്ല. ഈ ഒരു റെഡ് കളറിൽ തന്നെയുള്ളൊരു ഫ്ലവർ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വയ്ക്കണം. പിന്നെ ജസ്റ്റ് ഒരു ഹാപ്പി ബർത്ത്ഡേ മാത്രം വെച്ചാൽ മതി എന്നാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ അവർ ഫോണ്ടൻറ്റ് വെച്ചിട്ട് ഇങ്ങനെ ഹാപ്പി ബർത്ത്ഡേ കട്ട് ചെയ്ത് വെച്ചിട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ കുറച്ചുകൂടി എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ഒരു ടോപ്പർ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഫ്ലവറും ലീഫും കൂടെ ഒക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അടിപൊളിയായിരുന്നു കേട്ടോ കാണാനായിട്ട്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ വർക്ക് കൂടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതാണ് കൂടുതൽ ഇഷ്ടമായെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ.